പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ചമക്താ ഹെ താജ് എന്ന പാഠഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? ഇതെന്തിനെക്കുറിച്ചുള്ള പദ്യമായിരുന്നു? ചമക്താ ഹെ താജ് എന്നത് ഹമാര വത്തൻ, നമ്മുടെ രാജ്യമായ ഹിന്ദുസ്ഥാനെക്കുറിച്ചുള്ള, ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു നസ്മാണ്, ഒരു പദ്യമാണ് അല്ലേ? എല്ലാവരും വായിച്ചില്ലേ? ഇത് പഠിച്ചല്ലോ. ഇത് വ്യത്യസ്ത ഈണത്തിൽ അല്ലേ, അതിമനോഹരമായ ഈണത്തിൽ നമുക്ക് ആലപിക്കാൻ സാധിക്കുന്ന ഒരു നല്ല പാട്ടാണ് അല്ലേ? ഈ പാട്ടിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഈ പാഠഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തേത്, സ്വാഭാവികമായിട്ടും ഈ പാട്ട് വ്യത്യസ്തങ്ങളായ ഈണത്തിൽ ആലപിക്കാൻ സാധിക്കും അല്ലേ? മറ്റൊന്ന് ഇതുപോലെയുള്ള ഇന്ത്യയെക്കുറിച്ച് എഴുതിയ കളക്ട് ചെയ്യുക. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ടവർക്ക് നസ്മ ചമക്താ ഹെ താജ് മേ അല്ലേ, ചമക്താ ഹെ താജ് എന്ന ഈ നസ്മിൽ ഷായർ ഹിന്ദുസ്ഥാൻ കെ ബാരെ മേ ക്യാ കഹത്തെ ഹൈ, ചന്ദ് ജുംലെ ലിഖിയേ. ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെയാണ് ഈ പാട്ടിലൂടെ, ചമക്താ ഹെ താജ് എന്നതിലൂടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ ഹമാര വത്തൻ ഹേ, ഹിന്ദുസ്ഥാൻ ഹമാര വത്തൻ ഹേ, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ഇതൊരു ഉദാഹരണമാണ്. ഇതുപോലെ ഈ പാട്ടിൽ എന്തൊക്കെയാണുള്ളത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ വരി നോക്കൂ. യേ ഹിന്ദുസ്ഥാൻ ഹേ ഹമാര വത്തൻ, യേ ഹിന്ദുസ്ഥാൻ ഹേ ഹമാര വത്തൻ. അപ്പോൾ അവിടെ നമുക്ക് ഹിന്ദുസ്ഥാൻ ഹമാര വത്തൻ ഹേ എന്നെഴുതാം അല്ലേ? ഇന്ത്യ നമ്മുടെ രാജ്യമാകുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലാസ്റ്റാണ്. ഒരു സെൻറ്റൻസായി എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തിലാണ് ഹേ എന്നത്, ഹൈ എന്നത്, ഹോഗ എന്നത്, ത എന്നത് എന്നതൊക്കെ വരിക. അതിൻ്റെ അർത്ഥം ആകുന്നു, അതിൻ്റെ അർത്ഥം എന്താ? ആകുന്നു അല്ലേ, ആകും, ആയിരുന്നു എന്നുള്ള രീതിയിലുള്ള അർത്ഥങ്ങളാണ്. അതൊക്കെ ആ ഒരു സെൻറ്റൻസിൻ്റെ അവസാനത്തിലാണ് വരിക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വരിൻ്റെ നമുക്ക് കിട്ടി ഹിന്ദുസ്ഥാൻ ഹമാര വത്തൻ ഹേ, ഇന്ത്യ നമ്മുടെ രാജ്യമാണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ വരിയിലേക്ക് പോയാൽ, രണ്ടാമത്തെ വരിക്ക് നമുക്ക് പോകണം അല്ലേ? ഹമാര വത്തൻ സബ്സെ പ്യാര വത്തൻ, ഹമാര വത്തൻ നമ്മുടെ രാജ്യം, സബ്സെ പ്യാര വത്തൻ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമാകുന്നു. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം നമ്മുടെ രാജ്യമാകുന്നു എന്നതാണ് സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം എന്നതിന് ഉറുദുവിൽ സബ്സെ പ്യാര വത്തൻ, ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം. ഹമാര വത്തൻ ഹേ, നമ്മുടെ രാജ്യമാകുന്നു. സബ്സെ പ്യാര വത്തൻ ഹമാര വത്തൻ ഹേ. ഞാൻ നേരത്തെ പറഞ്ഞു ഹേ എന്നുള്ളത് അവസാനം എഴുതണം, ആകുന്നു എന്നുള്ളത് അവസാനം എഴുതണം. അപ്പോൾ സബ്സെ പ്യാര വത്തൻ ഹമാര വത്തൻ ഹേ എന്നെഴുതാം. രണ്ടാമത്തെ വരി അങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതാം. ഇനി ഹമാര വത്തൻ എന്നതുള്ളിടത്ത് ഹമാര വത്തൻ ഏതാണ്? ഹിന്ദുസ്ഥാനാണ് അല്ലേ? നമ്മുടെ രാജ്യം ഏതാണ്? ഹിന്ദുസ്ഥാൻ എന്നതാണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ എന്നെഴുതാം. അപ്പോൾ സബ്സെ പ്യാര വത്തൻ ഹിന്ദുസ്ഥാൻ ഹേ എന്നെഴുതിയാലും എന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് വരി നമ്മൾ സെൻറ്റൻസിലേക്ക് മാറ്റി എഴുതി. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും വരികൾ, ഇത് രണ്ടും ഒരുപോലെയുള്ള വരികളാണ് അല്ലേ? മുഹബ്ബത്ത് ഹേ അപ്പിനെ വത്തൻ സേ ഹമേ, മുഹബ്ബത്ത് ഹേ അപ്പിനെ ചമൻ സേ ഹമേ. ഒന്നാമത്തെ വരിയിൽ വത്തൻ സേ ഹമേ, രണ്ടാമത്തെ വരിയിൽ ചമൻ സേ ഹമേ അല്ലേ? ഇവിടെ എന്താണ് അർത്ഥം എന്ന് നോക്കൂ. മുഹബ്ബത്ത് ഹേ ഇഷ്ടമാണ്, സ്നേഹമാണ്, പ്രിയമാണ്. അപ്പിനെ വത്തൻ സേ നമ്മുടെ രാജ്യത്തോട്, ഹമേം നമുക്ക്. ഇപ്പം നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണ് പറയുക? നമുക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹമാണ്. ഹമേ എന്ന് പറഞ്ഞാൽ നമുക്ക്, നമ്മുടെ രാജ്യത്തോട്. അപ്പിനെ വത്തൻ സേ, ഹമേ അപ്പിനെ വത്തൻ സേ, നമുക്ക് നമ്മുടെ രാജ്യത്തോട് നൈ. ഇനി സ്നേഹമാണ്, പ്രിയമാണ്, ഇഷ്ടമാണ് എന്നതിനൊക്കെ എന്തു പറയും? മുഹബ്ബത്ത് ഹേ എന്ന് പറയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹേ എന്നുള്ളത് എന്തായാലും അവസാനത്തേ വരുള്ളൂ. ഇപ്പോൾ അല്ലേ 1, 2 നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഹേ എന്നത് ഏറ്റവും ലാസ്റ്റ് അഥവാ നാലാമത്തായി വരിക. ഇനി ബാക്കിയുള്ളത് മുഹബ്ബത്ത് എന്നതാണ്, മുഹബ്ബത്ത് ഹേ. അപ്പോൾ 2 വരികൾ കിട്ടി. ഹമേ അപ്പിനെ വത്തൻ സേ മുഹബ്ബത്ത് ഹേ, ഹമേ അപ്പിനെ ചമൻ സേ മുഹബ്ബത്ത് ഹേ. ഇനി ഇവിടെ വത്തനും ചമനും കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് തന്നെയാണ്? ഹിന്ദുസ്ഥാൻ എന്നതാണ്. അപ്പോൾ നമുക്ക് ഹമേ
ഹിന്ദുസ്ഥാൻ സെ മുഹബ്ബത്ത് ഹെ എന്നെഴുതിയാലും ശരിയാണ്. ഹമേ അപ്പിനെ വത്തൻ സെ മുഹബ്ബത്ത് ഹെ, ഹമേ അപ്പിനെ ചമൻ സെ മുഹബ്ബത്ത് ഹെ, ഹമേ ഹിന്ദുസ്ഥാൻ സെ മുഹബ്ബത്ത് ഹെ എന്നൊക്കെ എഴുതിയാൽ ശരിയാണ്. അപ്പോൾ ആദ്യത്തെ 4 വരിയിലെ സെൻറ്റൻസ് ആക്കൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു അല്ലേ. ഇനി അടുത്ത വരി യഹാ ചാന്ദിനി മേ ചമക്താ ഹെ താജ്, ചമക്താ ഹെ താജ്. അപ്പോൾ യഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹ ഇവിടെ. നമ്മൾ ഏത് രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്? ഹിന്ദുസ്ഥാനെ കുറിച്ചാണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ മേ താജ്മഹൽ ചമക്താ ഹെ എന്നെഴുതാം. ഇനി ഇവിടെ നോക്കൂ, ഹമേ അപ്പിനെ എലോറ, അജന്ത, താജ്മഹൽ ഇങ്ങനെ ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ ഈ പാഠത്തിൽ പറയുന്നുണ്ട്. എലോറയും അജന്തയും പിന്നെ താജ്മഹലൊക്കെ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് സെൻറ്റൻസ് എഴുതാം. എലോറ ഹിന്ദുസ്ഥാൻ മേ ഹെ, എലോറ ഇന്ത്യയിലാകുന്നു. എലോറ എന്നതിന് പകരം അജന്ത എന്ന് എഴുതാം. അജന്ത ഹിന്ദുസ്ഥാൻ മേ ഹെ, അജന്ത ഹിന്ദുസ്ഥാൻ മേ ഹെ, താജ്മഹൽ ഹിന്ദുസ്ഥാൻ മേ ഹെ എന്ന രീതിയിലൊക്കെ നമുക്ക് സെൻറ്റൻസ് എഴുതാൻ പറ്റും. ഇത്തരത്തിൽ ഈ പാഠത്തിൽ ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് എഴുതാനുള്ള പ്രവർത്തനമാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇനി അടുത്ത ക്ലാസ്സിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കാണാം. സംശയമുള്ളവയൊക്കെ കമൻറ്റിലൂടെ ചോദിക്കുക. ശുക്രിയ.